ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഡെഡ്പൂൾ വേഴ്സസ് വുൾവറീൻ മലേഷ്യയിലെ ബിഗ്ഗസ്റ്റ് ഐമാക്സിൽ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഐമാക്സ് ലേസർ തിയേറ്ററാണ്. മലേഷ്യയിലെ ബിഗ്ഗസ്റ്റ് ഐമാക്സ് ഹോളാണ്, ബിഗ്ഗസ്റ്റ് ഐമാക്സ് സ്ക്രീനാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കട്ടെ. ഇത് TGV സിനിമ സൺവേ വെലോസിറ്റി മോളാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് വന്നിരിക്കുന്നത്. അനുഭവമില്ല, അനുഭവം കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. 3D ആദ്യമായിട്ടാണ് എൻ്റെ അമ്മ ഐമാക്സിൽ സിനിമ കാണാൻ പോണത്. ഐമാക്സ് 3D എങ്ങനെയാണ് കണ്ടേ? മലേഷ്യയിൽ തന്നെ കാണാൻ പറ്റിയ ഭാഗ്യം. ഇന്ന് അമ്മാനെ പറയട്ടെ കണ്ടുകൊണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെയൊക്കെ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ ആളുണ്ടാവില്ല. ഇങ്ങനത്തെ ടച്ച് സ്ക്രീൻ മെഷീൻസ് മാത്രമാണ് എല്ലായിടത്തും. നമ്മുടെ വിജയണ്ണൻ്റെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് ഐമാക്സിൽ വന്നിട്ടുണ്ട്. എൻ്റെ ടിക്കറ്റ് ഇപ്പോൾ വാങ്ങാട്ടാ. പക്ഷെ അടുത്ത ആഴ്ച ഞങ്ങളിവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഏലിയൻ റോമിലസ് ഐമാക്സിൽ ഫുൾ സ്ക്രീനാണ്. 2 ഷോ ആണ് ഇവിടെ ഉള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കും വൈകുന്നേരം 6 മണിക്കും. പക്ഷേ 1 മണിക്ക് ഷോ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് 4 മണിക്ക് ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോകണം. അവിടെ നടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡെഡ്പൂൾ വേഴ്സസ് വുൾവറീൻ 3D കാണാമെന്ന് വിചാരിച്ചത്. ഇത് 3D ആണെന്ന് തോന്നണം കേട്ടോ. നോക്കട്ടെ, ഇത് 3D ആണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ. ഓ മൈ ഗോഡ്, 2D ആണ്. അയ്യോ, അമ്മ 3D ആണെന്ന് വിചാരിച്ചിരിക്കുന്നത്. 3D അല്ല കേട്ടോ, ഇവിടെ 2D ആണ്. ഇന്നിപ്പോൾ രാവിലത്തെ ഷോ ഒരാളെ ബുക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ 2D. ഞാൻ ഫുൾ തിയേറ്ററിലെ സെൻറ്റർ സ്ക്രീനാണ് ബുക്ക് ചെയ്യണത്. അമ്മയ്ക്ക് ഇവിടെ വെറും 12 ആറുള്ളൂ, കൺസെഷൻ ബൈ ഗവൺമെൻറ്. ടോട്ടൽ 47 ആറുമായുള്ളൂ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടി. 3D അല്ല, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് 3D കോയമ്പത്തൂർ പോയി കാണാം. എന്തായാലും നമുക്ക് ജുറാസിക് പാർക്ക് കഴിഞ്ഞ് പോയി കാണാം അല്ലേ. ജുറാസിക് വേൾഡ് പുതിയ പടം വന്നിട്ടുണ്ട്. ഇന്ന് അനൗൺസ് ചെയ്തോളൂ, ഇറങ്ങണ ദിവസം നമ്മൾ പോയിരിക്കും. ഞാനിവിടെ വന്നപ്പോഴായിട്ട് അറിഞ്ഞത് 2D ആണെന്നുള്ളത്. എനിക്കറിയില്ലായിരുന്നു 3D ആണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. 18+ ആണ്. ഇവിടെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്, പിള്ളേരെ കയറ്റൂല. ഇവിടുത്തെ വെയിറ്റിംഗ് ഏരിയ കണ്ട, അത് പോപ്കോൺ കൗണ്ടർ. അങ്ങോട്ട് ഇൻഡൽജ്, നമ്മുടെ VIP ഇല്ലേ അമ്മ, ഗോൾഡ് എന്നൊക്കെ പറയണ പോലെയാണ് ഇവിടെ ഇൻഡൽജ്. 10:20 ആയിട്ടുള്ള 10:30 ഇവിടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി പടമാണിത്, ട്രാൻസ്ഫോമേഴ്സ്. അത് ഐമാക്സിലെ പടമാണ്, പക്ഷേ ഫുൾ സ്ക്രീൻ അല്ലാന്നേ ഉള്ളൂ. ഏലിയൻ റോമിലസ് ഐമാക്സ് എക്സ്ക്ലൂസീവ് ആണ്. ഫുൾ സ്ക്രീൻ ഐമാക്സിൽ മാത്രമേ ഫുൾ സ്ക്രീൻ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഞങ്ങളങ്ങനെ കണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഏലിയൻ റോമിലസ് പോയി കണ്ടതിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ചാനൽ ഇട്ടിട്ടുണ്ടാവും, ഒന്ന് കണ്ടു നോക്കാം അല്ലേ. അതെങ്ങനെ ഉണ്ടായിരുന്നു ഏലിയൻ കണ്ടത്? ജീവി പടങ്ങൾ നമുക്ക് പൊതുവെ അങ്ങനെ ഇഷ്ടമല്ല, പക്ഷെ ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമായി. കിടിലായിരുന്നു അല്ലേ. ഇവിടെ തന്നെ വന്ന്, അതായത് ഐമാക്സിൽ തന്നെ കാണണ്ടേ ആ പടം. അപ്പോൾ അത് കാണാൻ പോവാ. ആ അപ്പോൾ കയറത്. ഇതാണ് നമ്മൾ കാണാൻ പോണ പടം. ആദ്യമായിട്ടാണ് അമ്മ മാർവലിൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ വന്ന് കാണാൻ പോണം. അതും കാണുന്നത് ഞങ്ങൾ മാർവൽ ഫാൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പടമാണ് ഇപ്പോൾ ഇത്. അതാണ് നമ്മൾ കാണാൻ പോണത്. കണ്ടു നോക്കാം. ഓക്കെ, കയറിക്കോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മലേഷ്യസ് ബിഗ്ഗസ്റ്റ് ഐമാക്സ്. ഈ ചേട്ടൻ നമുക്ക് ഫോട്ടോ എടുത്തു തന്നട്ടാ. ചേട്ടൻ ബംഗ്ലാദേശിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഐമാക്സ് ആണ്, ഐമാക്സ് ലേസറാണ്. മലേഷ്യയിലെ ബിഗ്ഗസ്റ്റ് ഐമാക്സ് ലേസറാണ് വിത്ത് 12 ചാനൽ സൗണ്ട് ടെക്നോളജിയാണ്. ഇതേ പുറകിലായിരുന്നു നോക്കിയമ്മ വിജയുടെ പടമാണ് അടുത്ത ആഴ്ച. ഭയങ്കര ഇപ്പോഴേ ബുക്കിംഗ് തുടങ്ങി ആൾക്കാർ. ഏകദേശം ടിക്കറ്റ് ഇപ്പോൾ ആദ്യമാണ് ഫില്ലായി. ഈ സൈഡിലായിട്ടാണ് ആ നീല വെളിച്ചം വരുന്നത് കണ്ടറിയാതെ ഐമാക്സ് ആണ്. അപ്പോൾ ഇതാണ് ഐമാക്സിൻ്റെ എൻട്രൻസ് കേട്ടാ. വാ. ഈ ഷോയിന് 3 പേരെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാനും അമ്മയും ഒരു ചൈനക്കാരനുമായിരുന്നു. ഡോറ് തുറന്ന് സ്ക്രീനിലേക്ക് നോക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഇത് പണ്ടൊരു 70mm ഐമാക്സ് ആയിരുന്നു. അവർ സ്ക്രീനും മാറ്റിയിട്ടില്ല. 1.43:1 റേഷ്യോ സ്ക്രീനാണെന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരു രക്ഷയില്ലായിരുന്നു. എത്ര ശ്രമിച്ചിട്ട് ഞാൻ നിൽക്കുന്ന അടുത്തുനിന്ന് എനിക്ക് ആ സ്ക്രീൻ മുഴുവത്താടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും വലിപ്പമുള്ള 85 അടി സ്ക്രീൻ. ഫെർക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിലെ കിടിലൻ സീറ്റും. ഇതെന്താ കപ്പല നന്നായില്ലേ? ഞാൻ വന്ന് നന്നായി. ഞാൻ ആകെ മടിഞ്ഞതായി പറഞ്ഞായിരുന്നു ഓടിപ്പോകുന്നത്. 12 ചാനൽ ഓഡിയോ ആണ് തിയേറ്ററിൻ്റെ. ജോക്കർ, ഫൊളേഡുവിൻ്റെ ട്രെയിലർ, വെനം, ലാസ്റ്റ് ഡാൻസിൻ്റെ ട്രെയിലർ, ഇതൊക്കെ കണ്ട് ഞങ്ങൾ വാപൊളിച്ചിരുന്നു. ഇവിടെ കാണിച്ച ആഡ്സിന് വരെ അന്യ ക്വാളിറ്റി ആയിരുന്നു. ക്ലാരിറ്റി എൻ്റെ ഡൗട്ട് അടിച്ച് ഞാൻ തിരിഞ്ഞ് ഒന്നുകൂടി നോക്കി സിംഗിൾ ലേസർ ആണോ എന്ന്. പ്രൊജക്ഷനിസ്റ്റ് ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടപ്പോഴേക്കും ആൾ ഫുൾ തിയേറ്ററിൽ ലൈറ്റ് അങ്ങോട്ട് ഓൺ ആക്കി. പിന്നെ എൻ്റെ കിളി പോയി. പക്ഷെ എൻ്റെ മോനെ എന്ത് വലിയ തിയേറ്റർ. അമ്മ എവിടെ ഇരിക്കണ നോക്കി.
അമ്മ അത് അവിടെയാണ്. ഇതിൻ്റെ ഏകദേശം സ്കെയിലിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല തിയേറ്റർ എത്രയുണ്ടെന്നുള്ളത്. ഇത് 1.43:1 റേഷ്യോ സ്ക്രീനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒറിജിനൽ 70mm ഐമാക്സിൻ്റെ ഷേപ്പ് വരുന്ന സ്ക്രീൻ. സ്ക്രീൻ ഓൾമോസ്റ്റ് സ്ക്വയറാണ് കേട്ടോ. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഞാൻ ഇതുവരെ പോയതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഐമാക്സ്. അന്യ വലുപ്പോട്ടാ, ഒന്നും പറയാനില്ല. അപ്പം ഞങ്ങൾ പോട്ടെ. താങ്ക് യു. ഇവരുടെ എല്ലാ തിയേറ്ററും ഇൻക്ലൂഡിങ് ഐമാക്സ് വീൽ ചെയർ ആക്സസിബിൾ ആണ്. വീൽ ചെയർ ഇട്ട് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കംഫർട്ടബിൾ ആയിട്ട് സിനിമ കാണാം. പിന്നെ നല്ല ലെഗ് സ്പേസും ഉണ്ട്. അവിടെ നിന്ന് കൊതി മാറിയില്ല എന്ന് പറഞ്ഞാൽ മതി. താങ്ക് യു ബ്രോ, താങ്ക് യു. അപ്പം എങ്ങനെയാണ് തിയേറ്റർ എങ്ങനെയുണ്ട്? തിയേറ്റർ അടിപൊളി. പിന്നെ സിനിമ എന്തെങ്കിലും പെട്ടതല്ലാത്തത് കാരണം എനിക്ക് ഇടിയൊക്കെ എനിക്ക് പറ്റാനില്ല, ഭയങ്കര ശബ്ദം. അമ്മ ഇത്ര ഹൈറ്റ് ഉള്ള തിയേറ്റർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ. എന്തായാലും നമ്മുടെ അവിടെ ഒന്നും ഇങ്ങനത്തെ ഒരു തിയേറ്റർ ഇല്ല. എന്നാൽ ഈ സിനിമ ഇവിടെ നമ്മൾ 3 പേര് മാത്രം ഉണ്ടായിരുന്നത്. നമ്മുടെ അവിടെ ആണെങ്കിൽ നമുക്കറിയാലോ, മാർവലിന് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റാണ് പിള്ളേർ പടം കാണാൻ പോണത്. അത് എനിക്കിത് കാണുമ്പോൾ സങ്കടവും. നമ്മുടെ അവിടെ ഇല്ലേ ഈ തിയേറ്ററൊക്കെ, നമ്മുടെ അവിടെ ഉണ്ടെങ്കിൽ ഒരു സീറ്റ് പോലും വേക്കൻ്റ് ഉണ്ടാവില്ല, എല്ലാവരും വരും. ഉണ്ട്, പക്ഷെ ഇവിടെ ഒരുപാടുള്ളതുകൊണ്ട് എല്ലാവരും പല സ്ഥലങ്ങളിലായിട്ടാണ് പോണത്. പിന്നെ നമ്മുടെ അവിടുത്തെ പോലെ ഒരു മേ ബി അതാവാം. എന്നാലും ഞാൻ പറഞ്ഞ നമുക്കിത് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ സങ്കടം. ഇവിടെ മണിച്ചിത്രത്താഴൊക്കെ ഇരുന്ന് കാണാനല്ലേ ചുറ്റി. തമിഴ് സിനിമ നമ്മുടെ വിജയുടെ പടമൊക്കെ കാണാൻ നല്ല രസമായിരിക്കും ഇതിനകത്ത്. ഈ തിയേറ്ററിനകത്താണ് പടം. ലൂസിഫർ വരാനിരിക്കുന്ന എമ്പുരാൻ ഐമാക്സിൽ വരുന്ന ആദ്യത്തെ സിനിമ ആയിരിക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ബറോസ്. രണ്ടിൽ ഏതും കണ്ടാലും അടിപൊളിയായിരിക്കും അല്ലേ. നമുക്ക് ഐമാക്സിൽ വരികയാണെങ്കിൽ ഐമാക്സിൽ തന്നെ കാണാം കേട്ടോ. തിരുവനന്തപുരം അല്ലെങ്കിൽ കോയമ്പത്തൂർ കഴിഞ്ഞ് പോയി കാണാം. അപ്പം ഇഷ്ടപ്പെട്ട തിയേറ്റർ എൻ്റെ കാര്യം നിങ്ങൾക്ക് പറയണ്ടല്ലോ. ഞാൻ ഈ ടോൾ സ്ക്രീൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ഫാനായി. കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മാരി സൈസ് പഴയ ഹൈദരാബാദ് ഐമാക്സ് 70mm സെയിം ലുക്കാണിത്. ഇത് പണ്ടൊരു ഐമാക്സ് 70mm തിയേറ്ററായിരുന്നു. ദ ട്രൂ ഐമാക്സ് എക്സ്പീരിയൻസ്. ഇതിപ്പോൾ ലേസറിൽ ഇവിടെ ഡ്യൂണും അവതാറൊക്കെ ഫുൾ എൻഡ് ടു എൻഡ് ആയിരുന്നു. 1.43:1 റേഷ്യോയിലായിരുന്നു ഡ്യൂണും അവതാറൊക്കെ ഇവിടെ കളിച്ചാണ്. ഇനി വരാതിരിക്കുന്ന ജോക്കറിൻ്റെ ട്രെയിലർ ഞങ്ങൾ ഫുൾ സ്ക്രീനായിട്ട് കണ്ടത്. എന്ത് രസമെന്ന് അറിയാമോ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങണേട്ടാ. ഒരു രക്ഷയില്ല, വീടിലോ വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയാനെ. നമ്മൾ വന്നുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഇങ്ങനൊരു തിയേറ്റർ കാണാനും പറ്റി. അല്ല, എനിക്കിട്ട് ഇങ്ങനെ സിനിമ തിയേറ്റർ കാണാൻ പറ്റിയത് തന്നെ ഭാഗ്യം. സത്യം. അടുത്ത ഷോ അപ്പം ഏലിയനാണ് കേട്ടോ. കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സമയമില്ല. ഞങ്ങളിന്ന് തിരിച്ചു പോവാണ്. ഏലിയനും കൂടെ അവിടെ കാണണമെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നിവർത്തിയില്ലാത്തൊരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് അവിടെ പോയി ടിക്കറ്റിൻ്റെ ആ ഒരു കൗണ്ടറിൽ ചെന്നൊന്ന് നോക്കി നിന്ന്. അപ്പോഴേക്കും ഒരു ചേട്ടൻ്റെ സാധനമായിട്ട് വന്നു. ഇവിടെ വന്നപ്പോഴേക്കും ചേട്ടൻ നമുക്ക് പോക്കാൻ. താങ്ക് യു. നല്ല കാരമൽ ടേസ്റ്റ് അല്ലേ. കപ്പലിൻ്റെ ഇട്ടിട്ടുണ്ട്. അതെ, പീനട്ട് ബട്ടർ ആൻഡ് കാരമലാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. പോവാം. പാറു മിസ് ചെയ്തില്ല ഇത് ശരിക്കും പറഞ്ഞാൽ. പാറുടെ അച്ഛനും വിവേകനൊക്കെ വരായിരുന്നു. അവർക്കൊക്കെ സിനിമ ഇഷ്ടമുള്ളവരാ. ഇവിടെ കണ്ടിരുന്നെങ്കിൽ തകർത്താനെ. ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴ് പടം വരുന്നെങ്കിൽ അടിച്ച് പൊളിച്ചാനെ. എല്ലാവർക്കും കാണാമായിരുന്നു. ഇവിടെ ഡസ്റ്റ്ബിൻ ഉണ്ട് കേട്ടോ. ഇതാ വെയിറ്റിംഗ് ഏരിയ. ബൈ ദ വേ ഇത് മൊത്തം വെയിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ. ലഞ്ച് വേറൊരു സ്ഥലത്ത് ഡിസൈഡ് ചെയ്തുകൊണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. പിന്നെ അവിടുത്തെ ചേട്ടനെ ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്തോരം സ്ഥലമല്ലേ ഇവിടെ. ഈ മാളൊക്കെ എന്ത് വലുതാണ്. നമ്മുടെ തിയേറ്റർ കോംപ്ലക്സിന് എന്ത് വലുതാണല്ലേ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണേണ്. അപ്പം നമ്മുടെ വണ്ടി വന്നേട്ടാ. TGV സിനിമാസ് സൺവേ വെലോസിറ്റി ഐമാക്സ്, ദ ലാർജസ്റ്റ് ഇൻ മലേഷ്യ. ഒരു 1.5 എക്സ്പീരിയൻസ് ആയിരുന്നു. 85 അടി സ്ക്രീൻ, അത് 1.43:1 സ്ക്രീൻ, ദ ട്രൂ ഐമാക്സ് സ്ക്രീൻ. ഏകദേശം ആ സ്ക്വയർ ഷേപ്പ് വരുന്ന സാധനം.
എൻ്റെ മോനെ, അതെനിക്ക് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തോ കാണിച്ചു തരാനോ പറ്റില്ല. ഇത് നിങ്ങൾ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ്. എനിക്ക് വൻ റിഗ്രറ്റ് ഉണ്ട് ഏലിയൻ റോമിലസ് അവിടെ കാണാൻ പറ്റാതെ പോലെ. കാരണം അതായിരുന്നെങ്കിൽ അവിടെ അങ്ങോട്ട് നിറഞ്ഞങ്ങോട്ട് നിന്നാനെ. ഓഫ്, ഇവിടെ ജോക്കർ ഫോളിഡ്യൂടെയും നമ്മുടെ വെനത്തിൻ്റെയും ട്രെയിലറൊക്കെ കാണിച്ച് എൻ്റെ മോനെ എന്ത് രസമായിരുന്നറിയാമോ. ഇത് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം വരുന്നതാണ്. അമ്മ അതൊരു സാധനം. ഇന്ത്യക്ക് പുറത്തുള്ള ഐമാക്സിൻ്റെ എൻ്റെ 2 എക്സ്പീരിയൻസും വേറെ സീനടേ, വേറെ സീൻ. ഇപ്പം ഞാൻ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ റിഗ്രറ്റ് ചെയ്യണം തായ്ലൻഡ് പോയപ്പോഴേക്കും ക്രുങ്സി ഐമാക്സ് കയറാത്തതിൽ. ഞാൻ എൻ്റെ മുറ്റം വരെ ചെന്നു, അതിൻ്റെ ലോബി വരെ ചെന്നിട്ട് ഞാൻ കയറാതെ പോയി. അത് ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ അതൊരു 70mm ഐമാക്സ് ആയിരുന്നു. പക്ഷെ എൻ്റെ പൊന്നോ, ഇത് ഒരു കോള ഐമാക്സ് ആണ്, അതായത് കൊമേഴ്ഷ്യൽ ലേസർ ഐമാക്സ് വിത്ത് ലേസർ. എന്ത് രസമായിരുന്നറിയാം. എനിക്ക് അവിടുത്തെ കളേഴ്സും സൗണ്ടിനെ പറ്റി എത്ര സംസാരിച്ചാലും മതിയാവില്ല, അത്രയും കിടില്ല. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ഞാൻ 3ാമത്തെ തവണയാണ് കണ്ടത്. ഇവിടെ വനിതയിൽ കണ്ടു, PXL കണ്ടു ഫോറമോളിൽ, അതിന് ശേഷം ഞാൻ ഐമാക്സിലും പോയി കണ്ടു. TGVയിൽ എക്സ്പീരിയൻസ് ഭീകരം, ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ലിറ്ററലി അവിടുത്തെ പ്രൊജക്ടർ ഇങ്ങോട്ട് ഓൺ ആയതുകൊണ്ടല്ല, ഞാനും അമ്മ മുഖത്ത് നോക്കിയിട്ട് മറ്റേ സീനാണ്, പൈസ മുതലായിന്ന്. നിങ്ങൾ കണ്ടല്ലോ അനുപയെന്ന് അമ്മ പറഞ്ഞത്. അനുപയുടെ ഫാദറും വിവേക് എല്ലാവരും മിസ് ചെയ്തു. കാരണം അവർ സിനിമ ഇഷ്ടപ്പെടുന്നവരാണ്, അവർ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സാധനമായിരുന്നു. അവർ ഷോപ്പിങ്ങും കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് വീക്കായി. ലാസ്റ്റ് ഡേ ആണല്ലോ, 7th ഡേ ആണ് നമ്മളിത് പോയത്, മലേഷ്യ പോയതിൻ്റെ. അപ്പോൾ അവർ കുറച്ച് ടയേർഡായിരുന്നു, അതുകൊണ്ടാണ് അവർ മടിഞ്ഞത്. പക്ഷെ അതൊന്ന് തരണം ചെയ്തിരുന്നെങ്കിൽ അവർക്കൊരു 1.5 എക്സ്പീരിയൻസ് ആയിരുന്നു അതിനെ. പിന്നെ അവർ ഏലിയനായിരുന്നു കാണേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അമ്മയും അനുപയും ഓൾറെഡി ഏലിയൻ ഞങ്ങൾ സൂര്യ KLCCയിൽ കണ്ടു. ഞങ്ങളുടെ ആ ഒരു ക്ഷമയുണ്ടല്ലോ, ഇത് ഇവിടെ എറണാകുളത്ത് കാണാതെ അവിടെ പോയി കാണണം എന്നുള്ള ആ ഒരു വാശി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്ഫുള്ളായി. ഒരു 1.5 എക്സ്പീരിയൻസ്. ആദ്യമായിട്ടൊരു സിനിമ കാണുമ്പോഴുള്ള എക്സ്പീരിയൻസ് എപ്പോഴും അടിപൊളിയായിരിക്കും. അത് ഞങ്ങൾക്ക് ട്രിപ്പിൾ എഫക്റ്റ് ആയിരുന്നു. സൗണ്ട് വൈസും വിഷ്വൽ വൈസും ഒക്കെ സൂര്യ KLCCയിൽ വേറെ സീനായിരുന്നു. അതിൻ്റെ അപ്പുറമായിരുന്നു സൺവേ വെലോസിറ്റിയിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് അടിച്ച്. തൊട്ടടുത്ത ഷോ, ഈ സിനിമ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അടുത്ത ഷോ ഏലിയൻ റോമിലസ് ആണ്. പക്ഷേ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഭയങ്കര ടൈറ്റായി പോകും. അത് കഴിഞ്ഞ് 4 മണിക്ക് ഞങ്ങൾക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പം 1 മണിക്കത്തെ സിനിമ ഞങ്ങൾ കണ്ട്, ഏലിയൻ റോമിലസ് 2 മണിക്കൂറേ ഉള്ളൂ. എന്നാലും അത് കണ്ടതിന് ശേഷം അവിടെ നിന്ന് ടാക്സി വിളിച്ച് ഞങ്ങളുടെ ഹോട്ടലിൽ പോയി അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഒരുപാട് സീൻ വന്നാനേ. അതുകൊണ്ട് മാത്രം നെക്സ്റ്റ് ടൈം ഞങ്ങൾ എന്തെങ്കിലും മലേഷ്യ പോകണമെങ്കിൽ ഉറപ്പായിട്ടും സൺവേ വെലോസിറ്റി പോയിട്ട് ഒരു അടിപൊളി ഐമാക്സ് സിനിമ ഞങ്ങൾ കാണും. നിങ്ങൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കുറച്ച് സിനിമകൾ റെക്കമെൻഡ് ചെയ്യാം. അതായത് ഫുൾ സ്ക്രീൻ റേഷ്യോയിൽ വരുന്ന ഐമാക്സിൽ ചിത്രീകരിച്ചിട്ടുള്ള സിനിമകൾ മാക്സിമം അവിടെ കാണാൻ നോക്കുക. എക്സാമ്പിൾ, നോളൻ്റെ സിനിമകൾ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതിയ സിനിമകൾ വരുന്നുണ്ടെങ്കിലോ, അതും അല്ലെങ്കിൽ ഇതേപോലെ ഡെനി വില്ലിന്യൂറിൻ്റെ ഡ്യൂൺ പോലെയുള്ള സിനിമകളോ, അതും അല്ലെങ്കിൽ ജുറാസിക് വേൾഡ് സീരീസിൽ വരുന്ന സിനിമകളോ, മിഷൻ ഇമ്പോസിബിളിൻ്റെ സിനിമകളോ, അങ്ങനത്തെ എന്തെങ്കിലും സാധനം. ടോപ്പ് ഗൺ മാവറിക്കൊക്കെ എൻ്റെ മോനെ അവിടെ കണ്ടാലുള്ളൊരു അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത്. ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങ് UK കിടക്കണവരോടും അമേരിക്കക്കാരോടും കാനഡക്കാരോടൊക്കെ ഒടുക്കത്ത അസൂയായിരുന്നു, ഓസ്ട്രേലിയയിലുള്ളവരോടൊക്കെ. കാരണം അവിടെയൊക്കെ വേറെ ലെവൽ ഇങ്ങനത്തെ തിയേറ്റേഴ്സാണ്. നമ്മുടെ നാട്ടിലേക്ക് ഇത് എന്ന് വരും എന്ന് എനിക്കറിയത്തില്ല. വന്നാൽ വേറെ ലെവലേക്ക് ഈ പറഞ്ഞ ഒരു സ്ഥലത്തും കിട്ടാത്ത കച്ചവടമായിരിക്കും നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. കാരണം നമ്മളിവിടെ അതിൽ സിനിമാ ഭ്രാന്തന്മാരുണ്ട്. ഇത്രയും ഡിസ്റ്റൻസൊക്കെ പോയി ട്രാവൽ ചെയ്ത് സിനിമ കാണാൻ പറ്റുന്ന എന്നെപ്പോലെയുള്ള ഒരുപാട് ഭ്രാന്തന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഓരോ സിനിമ കാണാൻ ഇതുപോലെ ദൂരം പോകുമ്പോഴും അവിടെ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പാഷൻ ഫോർ സിനിമ നമ്മളിവിടെ ഉണ്ട്. ആ പാഷൻ ഫോർ തിയേറ്റർ അല്ലെങ്കിൽ ഒരു മൂവി സ്ക്രീൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു IMAX GT, ഇതൊരു IMAX GT അല്ല, പക്ഷേ
ആ സ്ക്രീൻ ഐമാക്സ് GT ഇരിക്കുന്ന ടൈപ്പ് സെയിം സ്ക്രീനാണ്. 1.43:1 റേഷ്യോയുള്ള സ്ക്രീനാണ്. പണ്ട് ഹൈദരാബാദ്, ഇപ്പോഴത്തെ PCX, പണ്ട് അതൊരു ഐമാക്സ് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സ്ക്രീൻ. എന്തൊരു നൊസ്റ്റാൾജിയ ആയിരുന്നെന്ന് അറിയാമോ? എൻ്റെ മോനെ, വരാനിരിക്കുന്ന മുഫാസ ദ ലയൺ കിങ് അവിടെ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. അവിടെ പോയി കണ്ട നിങ്ങളുടെ കിളി പാറും. അത് എനിക്ക് ഗ്യാരൻറ്റിയാണ്. ആ വിഷ്വൽസ് മാത്രം കണ്ട് വായിട്ടും പൊളിച്ചിരുന്നിട്ട് അന്തസ്സായിട്ട് ഇറങ്ങിയെന്ന് പറയാൻ പറ്റും. വർത്ത് ദ എക്സ്പീരിയൻസ് എന്ന്, വർത്ത് ദ ടിക്കറ്റ് റേറ്റ് എന്ന്. അങ്ങനത്തെ ഒരു സംഭവബഹുലമായൊരു തിയേറ്റർ. എൻ്റെ അഭിപ്രായത്തിൽ വൺ ഓഫ് മൈ ബെസ്റ്റ് എവർ തിയേറ്റർ എക്സ്പീരിയൻസ്. ഇന്ത്യയിൽ ഔട്ട്സൈഡായിട്ടുള്ള ഐമാക്സ് ഇങ്ങനെ കണ്ട് ആസ്വദിക്കുന്ന എല്ലാവരോടും എനിക്ക് മുടിഞ്ഞ അസൂയ മാത്രം. സ്നേഹത്തോടെ പറയുന്നതാണത്. അമ്മാതിരി എക്സ്പീരിയൻസ് ഡേ. ഐമാക്സ് ഒരു സംഭവം തന്നെയാണ്. ഓരോ തവണ ഓരോ പുതിയ ഐമാക്സിൽ പോകുമ്പോൾ എന്നെ കൂടുതൽ ഫാനാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹ്യൂജ് റെസ്പെക്റ്റ് ടു TGV സിനിമാസ് ഫോർ പ്രൊവൈഡിങ് ഡിസ്കൗണ്ട്സ് ടു എൽഡർലി പീപ്പിൾ ആൻഡ് സ്റ്റുഡൻസ്. താങ്ക് യു സോ മച്ച്. കാരണം അത്രയും നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. ഒന്നും പറയാനില്ല. ദേ ഡിസേർവ് ഓൾ ദ അപ്ലോസ്. അത്രയും കിടിലൻ. അതിപ്പോൾ എൻ്റെ അമ്മക്ക് കിട്ടിയതുകൊണ്ടൊന്നല്ല, അല്ലാതെ പറയാനാണ്. അതൊരു വലിയ കാര്യമാണ്, വളരെ വലിയ കാര്യം. അതിന് കാരണക്കാരായ എല്ലാവരോടും നന്ദി പറയാണ്. അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഇവർക്ക് ഒരുപാട് ഐമാക്സ് ഉണ്ട്. ഓൾമോസ്റ്റ് തിയേറ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, മൾട്ടിപ്ലക്സസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 40ഓളം എന്തോ മൾട്ടിപ്ലക്സസ് ഉണ്ട്. അതിനകത്ത് എന്തോ എനിക്ക് തോന്നുന്നു 10-15 ഐമാക്സ് എന്തോ ഇവർക്ക് തന്നെ ഉണ്ട്. ഇത് കൂടാതെ അവിടെ ഗോൾഡൻ സ്ക്രീൻ സിനിമാസ് എന്ന് പറഞ്ഞ് GSC എന്ന് പറഞ്ഞ വേറൊരു ഒരു മൾട്ടിപ്ലക്സ് കമ്പനിയുണ്ട്. ഞാൻ അവരുടെ തിയേറ്റർ വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഞാനവിടെ പോകുന്നതായിരിക്കും. എൻ്റെ മോനെ, ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ. ഇത് ഐ കാൺ കമ്മ്യൂണിക്കേറ്റ് ത്രൂ എ വീഡിയോ ഓർ ബൈ സെയിങ്. ഇത് നിങ്ങളവിടെ ചെന്ന് ഇരുന്ന് കണ്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്താണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കണേന്നൊക്കെ. ഇപ്പം ഞാൻ ആലോചിച്ചത്, ഇതല്ല ഏറ്റവും മികച്ച ഐമാക്സ് എക്സ്പീരിയൻസ്. അത് വേറെ കിടപ്പുണ്ട്. അതെനിക്ക് ബക്കറ്റ് ലിസ്റ്റായിട്ട് കിടപ്പുണ്ട്. അതൊക്കെ അപ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ്. വേറൊരു എക്സ്പീരിയൻസ് എനിക്ക് അങ്ങ് അമേരിക്ക കിടപ്പുണ്ട്. ഒരു LED ഉരുണ്ട സാധനം, ലോസ് വേഗസ് പിയർ. കുറേ നാളായിട്ട് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റാണ്. എൻ്റെ ചേട്ടൻ അവിടെ പോയി വിസിറ്റ് ചെയ്തിട്ട് പറഞ്ഞു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പറഞ്ഞു. പക്ഷേ അറ്റ് ദ മൊമെൻ്റ് അവിടെ സിനിമകളില്ല, ഷോർട്ട് ഫിലിംസ് മാത്രമേ ഉള്ളൂ. സിനിമ വരുമ്പോൾ വേണം എനിക്ക് അവിടെ പോയി കാണാൻ. അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ കുറച്ച് വിഷ്വൽസ് കണ്ടു ചേട്ടൻ്റെ ഐഫോണിൽ എടുത്തിട്ടുള്ളത്. സംഭവം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ അച്ചീവ് ചെയ്യും. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എൻ്റെ കൂടെയുള്ളവരെയും ഇത് കൊണ്ടുപോയി കാണിച്ച് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് ജീവനോടത്തോളം കാര്യം ഇങ്ങനെയുള്ള പ്രാന്തം പരിപാടികളായിട്ട് ഞാൻ ഇനിയും ഇറക്കും. അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മൾ പോവുകയും ചെയ്യും. എന്തായാലും ഭയങ്കര വലിയൊരു സന്തോഷം ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും, എസ്പെഷ്യലി എനിക്ക്. കാരണം അതൊരു ഫീലിംഗ് തന്നെയായിരുന്നു വാച്ചിങ് ഇങ്ങനൊരു മൂവി ഇൻ ഐമാക്സ്. അതും ഇത്രയും കിടിലനായിട്ടുള്ള ഒരു മലേഷ്യയിലെ ബിഗ്ഗസ്റ്റ് ഐമാക്സിൽ. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ഫ്രം ദ സ്റ്റാഫ്. അത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ ചെന്ന് വീഡിയോ എടുത്തപ്പോഴേക്കും എല്ലാവരുടെ സപ്പോർട്ടൊന്നും കാണുന്നവരുന്നല്ല. ഇവിടേക്കാണെങ്കിൽ 100 ചോദ്യങ്ങൾ, അത് ഇത് മറ്റേ മറിച്ച്. അവിടെ അവരെന്ത് സപ്പോർട്ടീവായിരുന്നു അറിയാമോ? ഞാൻ പറയാതെ തന്നെ തിയേറ്ററിൻ്റെ ലൈറ്റ് വരെ അവരെനിക്ക് ഇട്ട് തന്ന് ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടപ്പോഴേക്കും. അത്രയും അടിപൊളി സ്റ്റാഫ്. എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളും ഭയങ്കര ഫ്രണ്ട്ലിയും. ഒന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച് TGV സിനിമാസ് ഫോർ ദ സപ്പോർട്ട്. ഐ വിൽ ബി വിസിറ്റിംഗ് യു അഗെയിൻ വെനെവർ ഐ വിസിറ്റ് മലേഷ്യ ഫോർ ഷുവർ. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ഭ്രാന്ത് പരിപാടികളായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. മലേഷ്യയ്ക്ക് പോയതിന് ശേഷം ഞാൻ വേറെ ഒരു സ്ഥലത്തും പോയിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള കുറച്ച് ഐമാക്സും വ്യത്യസ്ത തിയേറ്ററുകളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിന് പുറത്തുള്ള മൾട്ടിപ്ലക്സുകളൊക്കെ എങ്ങനെയാണെന്നുള്ളത്, നമുക്കിവിടെ എന്താണ് കിട്ടണമെന്നുള്ളത്. ചവച്ചരച്ച് ബാക്കിയുള്ളത് മാത്രം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ വരും ദിവസങ്ങളിൽ വീഡിയോ ഇടുമ്പോൾ മനസ്സിലാവും. നമ്മളിവിടെ വളരെ മോശം എന്ന് വരെ അഭിപ്രായമുള്ള മൾട്ടിപ്ലക്സുകളുടെ കേരളത്തിന് പുറത്തുള്ള തിയേറ്റേഴ്സ് നിങ്ങളൊന്ന് കാണണം. ഇവിടെ എന്ത് കൊടുത്താലും തിന്നാൻ ആളുള്ളതുകൊണ്ടാണ് ഇവർ വായി തോന്നിയതൊക്കെ നമുക്ക് തരുന്നത്. അതുപോലെയല്ല മറ്റുള്ള സ്ഥലങ്ങളിൽ.
നിങ്ങൾ അവിടുത്തെ ഉള്ള ലോബി, അവിടുത്തെ തിയേറ്റേഴ്സ്, അവിടുത്തെ പ്രൊജക്ഷൻ, അവിടുത്തെ സൗണ്ടൊക്കെ ഒന്ന് കാണ്. ഇപ്പം മനസ്സിലാവും. ഇവിടെ നമ്മൾ കണ്ടമാനം പൈസയും കൊടുത്തിട്ട് അതിൻ്റെ ഉള്ള എക്സ്പീരിയൻസും കിട്ടുന്നില്ല. ഓവർ പ്രൈസ്ഡ് ടിക്കറ്റ്സ്, ഓവർ പ്രൈസ്ഡ് ഫുഡ്, ഓവർ പ്രൈസ്ഡ്. പറയാൻ പോയാൽ ഐ ഹാവ് എ ലോട്ട് ടു റാൻഡ് ഓൺ. പക്ഷേ ഞാൻ വിത്ത് പ്രൂഫ് കാണിച്ചു തരാം. ഞാൻ പോയി എക്സ്പീരിയൻസ് ചെയ്ത എൻ്റെ എക്സ്പീരിയൻസോടുകൂടി ഞാൻ എടുത്ത് നിങ്ങളെ കാണിച്ച് ബോധ്യപ്പെടുത്തി തരാം കൃത്യമായിട്ട്, വിത്ത് പ്രൂഫ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് വി ആർ നോട്ട് ഗെറ്റിംഗ് എന്നുള്ളത്, ഇൻസ്പൈറ്റ് ഓഫ് സ്പെൻഡിങ് മണി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ സാധാരണ സെനൺ പ്രൊജക്റ്റിനും 7.1 സൗണ്ടും പാട്ടൊക്കെ അടിക്കുന്ന സ്പീക്കേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് 190, 200, 260, 300 രൂപയൊക്കെ വാങ്ങി, 350 രൂപയൊക്കെ വാങ്ങി നമുക്ക് തന്നെ എക്സ്പീരിയൻസും ആ പൈസയ്ക്ക് ബാക്കിയുള്ള കേരളത്തിന് പുറത്തുള്ളവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിനുവേണ്ടി തന്നെ പോയതാണ്. ഇനി ഇന്ത്യ എമ്പാടും ഞാൻ ട്രാവൽ ചെയ്തിട്ട് ഞാൻ ഓരോ തിയേറ്റേഴ്സും എടുത്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഇല്ലാത്തതും അവിടെ ഉള്ളതും എന്താണെന്നുള്ളത്. ഇവിടെയുള്ള ആൾക്കാർ വാട്ട് ദേ ഡിസർവ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കാരണം അവിടെ എങ്ങും ഇല്ലാത്ത ഒരു ഭ്രാന്തമായ സിനിമയോടുള്ള തിയേറ്ററുകളോടുള്ള ഇഷ്ടം ഇവിടുത്തെ ആൾക്കാർക്കുണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്നതോ ചവച്ചരച്ച് ബാക്കി വന്നതും, അവിടുത്തെ പ്രൊജക്ടർ മാറ്റുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുന്നതും, അങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. വിത്ത് പ്രൂഫ് കാണിച്ചു തരാം. വരും ദിവസങ്ങളിലെ വീഡിയോ കാണാൻ മറക്കരുത്. ഇഫ് യു ആർ എ സിനിഫൈൽ ഓർ എ തിയേറ്റർ എന്തൂസിയാസ്റ്റ്, നിങ്ങൾ മറക്കരുത്. അതും അല്ലെങ്കിൽ നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾ പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് തിയേറ്ററിൽ ചെന്ന് സ്പെൻഡ് ചെയ്ത് സിനിമ കാണുന്നവരാണ്, ഫാമിലിയായിട്ടും അല്ലാതെയൊക്കെ. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ ഇവിടെയുള്ള തിയേറ്റേഴ്സായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് നിങ്ങളെ പറ്റിക്കുന്നത് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. വരും ദിവസങ്ങളിലെ വീഡിയോ ഇപ്പോൾ കാണാൻ മറക്കണ്ട. ബൈ ബൈ.